നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കാൻ, അത് സ്വന്തമാക്കാൻ ഒരു കോഡുണ്ട്. 1940-കളിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയുണ്ട്, പേര് ഹെലൻ ഹാർസൽ. 1000-ലധികം സമ്മാനങ്ങൾ, ലോട്ടറികൾ ഉൾപ്പെടെയാണ് ഇവർക്ക് സമ്മാനമായിട്ട് കിട്ടിയിട്ടുള്ളത്. അതും ഒരു വലിയ വീട് ഉൾപ്പെടെ. ഒക്കെയും അവരവരിലേക്ക് ആകർഷിച്ചു വരുത്തിയത് ആണ് എന്നതാണ് ചരിത്രം. എന്താണ് ആ കോഡ്? സ്പെക് എന്നതാണ് ആ കോഡ്. SPEC. സെലക്ട് ഇറ്റ്, പ്രൊജക്ട് ഇറ്റ്, എക്സ്പെക്ട് ഇറ്റ്, കളക്ട് ഇറ്റ്. ഞാൻ ഈ പറയുന്നത് ഒരു ചരിത്ര സംഭവമായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കഥയാണ് കേട്ടോ. അതായത് നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്ന ഒരാളിലേക്ക് വന്നു ചേർന്ന സമ്മാനങ്ങളൊക്കെ ഈ പറഞ്ഞ കോഡ് വഴിയാണ് വന്നത്. എന്താ ചെയ്യേണ്ടതെന്നറിയോ? ആദ്യം സെലക്ട് ഇറ്റ്. നിങ്ങൾക്ക് വേണ്ട കാര്യത്തിന് കൃത്യമായി, വേറെ സംശയമൊന്നും പാടില്ല, കൃത്യമായിട്ട് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഇതാണ് എനിക്ക് വേണ്ടത്. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമില്ലേ, അത് സെലക്ട് ചെയ്യുക. ഇന്നതാണ് വേണ്ടത്, വേറെ ഡീവിയേഷൻ ഒന്നും പാടില്ല. രണ്ടാമത്തേത് പ്രൊജക്ട് ഇറ്റ്. നമുക്ക് ഈ സംഗതി കിട്ടണം എന്നതിനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ, ഒരു ബ്ലൂ പ്രിന്റ് നമ്മൾ തന്നെ ശരിയാക്കിയെടുക്കണം. പിടിയോ, നമുക്ക് വേണ്ടത് ഇതാണ്, അപ്പൊ അത് നേടാൻ ഇങ്ങനെ പ്രവർത്തിക്കണം, ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു വർക്കൗട്ട് പ്ലാൻ നമ്മൾ തന്നെ ഉണ്ടാക്കണം. മൂന്നാമത്തത് എക്സ്പെക്ട് ഇറ്റ്. ഈ സംഗതി നമ്മളിലേക്ക് വന്നു ചേരുന്നതിനുള്ള സകലമാന വഴിയിലും നമ്മൾ വർക്ക് ചെയ്യണം. കാരണം നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നതാണ്. നമ്മളപ്പോൾ കൃത്യമായി അതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കണം, അത് പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. നമുക്കിത് കിട്ടി എന്ന് കരുതണം, നമുക്കിത് കിട്ടുമ്പോൾ എങ്ങനെയെന്നുള്ളത് ചിന്തിക്കണം. നമുക്കിത് കിട്ടുമോ എന്ന് ഡൗട്ടേ പാടില്ല. നമുക്കിത് കിട്ടും എന്ന ഉറച്ച വിശ്വാസത്തിൽ കൃത്യമായിട്ട് നമ്മളത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഏറ്റവും ഒടുവിലെത്തത് കളക്ട് ഇറ്റ്. നിങ്ങൾക്കത് കിട്ടും, നിങ്ങൾക്കത് കിട്ടും. എന്താണോ നിങ്ങൾ ഈ പറയുന്ന സ്പെക് എന്ന കോഡിൽ അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് നിങ്ങൾ പ്രൊജക്ട് ചെയ്ത് കൃത്യമായി എക്സ്പെക്ട് ചെയ്യുന്ന സാധനം നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുമെന്നേ ചരിത്രം പറഞ്ഞ സംഭവമാണത്. ഒന്ന് ശ്രമിച്ചു നോക്കിയേ. സ്പെക് എന്ന ഈ കോഡ്, യൂണിവേഴ്സ് നമ്മളുമായിട്ട് കോഡ് ചെയ്തിരിക്കുന്ന ഒരു രീതിയെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കഥ കൂടിയാണ് ഈ സ്ത്രീയുടെ.